മക്കത്ത് പൂത്തൊരു ഈന്ത മരത്തിലെ പോരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മുത്ത് ബിലാലിൻ്റെ ബാങ്കുലി പരത്തണ കാറ്റലയായെങ്കിൽ മുമ്പരാം അമ്മയാ വന്നുള്ള നാട്ടിൽ നാം അന്ന് പിറന്നെങ്കിൽ ഹോ അന്ന് പിറന്നെങ്കിൽ മക്കത്ത് പൂത്തൊരു ഈന്ത മരത്തിലെ പോരിലയായെങ്കിൽ. അപ്പോൾ അനജിന്റെ അമ്മ എന്താ പേര്? ദീപ എന്താ വാഴയൂർ ഹെൽത്ത് സെന്ററിൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവന്റെ കഴിവുകളൊക്കെ ഇപ്പൊ അച്ഛൻ പറഞ്ഞു, അതന്നെ അമ്മക്കും പറയാണ്ടാവാ അല്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ പാട്ടുകളൊക്കെ പഠിച്ചു അല്ലേ? പഠിച്ചിട്ടുണ്ട്, നന്നാക്കി പാടുന്നുണ്ട്. പിന്നെ ഉസ്താദിന്റെ ഒരു പിന്തുണ ഉണ്ട് അല്ലേ? വരാറുണ്ട്, പഠിപ്പിച്ചു നോക്കാറുണ്ട്. കേട്ടോ. നമസ്കാരം. എന്താ പേര്? ഷിനോദ്. എന്താ പരിപാടി? ഞാൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? സ്റ്റാഫായിട്ട് കോഴിക്കോടാണ് ഇപ്പോൾ ഉള്ളത്. പാട്ട് കേട്ടു, നല്ല അടിപൊളി പാട്ടുകളാണ്, ഉഷാറാണ്. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, ഭാവിയിൽ വലിയൊരു പാട്ടുകാരനാവട്ടെ. ഇവിടുന്ന് കലോത്സവങ്ങളിലൂടെ വന്ന് അപ്പോഴാണ് പിന്നെ അതിലെ ഐറ്റംസ് ഒക്കെ പാടുമ്പം ലളിതഗാനവും അതുപോലെ മാപ്പിളപ്പാട്ട് നമ്മൾ ഓരോ ഐറ്റം ഇതാക്കിയിട്ട് അപ്പോൾ അതിനൊക്കെ പിന്നെ പ്രൈസ് വാങ്ങാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആ കൂട്ടത്തിൽ അതും കൂടി എന്നാൽ അങ്ങനെ താല്പര്യമുള്ള വിഷയമാണെങ്കിൽ അതും കൂടി പഠിപ്പിക്കും. അങ്ങനെയാണ് ഞങ്ങൾ മാപ്പിളപ്പാട്ടിലേക്കും കൂടുതൽ കേന്ദ്രീകരിച്ചത്. അപ്പം അങ്ങനെയാണ് പിന്നെ നമ്മൾ ആ ഒരു വഴിയിലൂടെയാണ് MS വിളയിൽ ഉസ്താദിനൊക്കെ പരിചയപ്പെടുന്നതും നല്ല ഉസ്താദ് വന്നു. അതിനുശേഷം നന്നായിട്ട് ഒരുപാട് ഉയർച്ചകളൊക്കെ ആയി. ഉസ്താദിൻ്റെ തന്നെ കുറേ പാട്ടുകൾ ആള് സ്റ്റുഡിയോയിൽ നിന്ന് റെക്കോർഡ് ചെയ്യിച്ചു. അച്ഛൻ്റെ പാട്ട് കേട്ടു, അനജിൻ്റെ പാട്ട് കേട്ടു, അവരെ ഫാമിലി വിശേഷങ്ങൾ അറിഞ്ഞു. അവരൊക്കെ വളരെ സപ്പോർട്ടാണ് ഈ ഒരു കാര്യത്തിൽ. പിന്നെ അത് മാത്രമല്ല, ഉസ്താദ് അനജിനെ പാട്ട് പഠിപ്പിക്കുന്നതിന് അതിന് ഒരു പൂർണ്ണ സപ്പോർട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയുമ്പം നമ്മളെ മലപ്പുറം ജില്ലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സൗഹാർദ്ദങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കൂട്ടായ്മ. പിന്നെ നമ്മൾക്ക് ഇതിൽ നമുക്ക് മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അതിർവരമ്പില്ല പാട്ടിന്. അത് കഴിവ് തെളിയിക്കുന്ന കുട്ടികൾ ആരാണെങ്കിലും ഏറ്റെടുക്കും. അതിന് ആ ഉസ്താദിന് നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം അല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങളിലേക്ക് എത്തിച്ചത് എൻ്റെ സുഹൃത്ത് ഫൈസൽ മാഷാണ് അല്ലേ? ഓക്കെ. ആ ഉസ്താദ് വന്നതിന് ഷാനജിന് ഒരുപാട് ഉയർച്ചകൾ എത്തി, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട്.